എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ പപ്പായയും കൊണ്ട് ഒരു അടിപൊളി കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. ഒരു സൈഡ് ഡിഷ്, ഒരുപാട് ചാറോട് കൂടിയിട്ടൊന്നുമില്ല, കുറുകിയ ഒരു കറിയാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സാധാരണ നമ്മൾ പപ്പായയും കൊണ്ട് ഉപ്പേരി വയ്ക്കും, പിന്നെ മോര് കറി വയ്ക്കും, പരിപ്പ് ചേർത്ത് വയ്ക്കും, അങ്ങനെയൊക്കെയാണല്ലോ. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതിനുവേണ്ടി ഓമക്കായ ഇവിടെ പൊട്ടിച്ചിട്ട് അതിൻ്റെ തോലൊക്കെ ഒന്ന് കളയണം. ഫ്രഷ് ഓമക്കായാണ്, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒരു വഴുവഴുന്ന പാല് വരും. അത് കൈ വഴുക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. കത്തിയൊക്കെ നല്ല മുറിച്ചിട്ടുണ്ടെങ്കിൽ നോക്കി മുറിക്കണം, അല്ലെങ്കിൽ കൈ മുറിയും. ഓമക്കായ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ പൈസ കൊടുത്ത് കടയിൽ നിന്നല്ലേ മേടിക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ നാട്ടിൻപുറം ആയതുകൊണ്ടേ നിറയെ ഇതൊക്കെ കിട്ടും കേട്ടോ. ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. പച്ച തിന്നാൽ നല്ലതാണ്, വയറിൽ കൃമി പോകാനൊക്കെ. അതേപോലെ പഴുത്തിട്ടാണെങ്കിൽ നല്ലതാണ്. ജ്യൂസ് അടിച്ചിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ ചൂട് സീസണിൽ പപ്പായ ജ്യൂസൊന്നും കുടിക്കരുതെന്ന് കേട്ടോ പറയുക. വയറൊക്കെ ചൂടാവും. ഒരുപാടൊന്നും പപ്പായ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയതല്ല. പക്ഷേ ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെ വെറൈറ്റി കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കാമല്ലോ. അപ്പോൾ പപ്പായ ഇവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. ഞങ്ങളുടെ ഇവിടേക്ക് പപ്പായ എന്നല്ല കേട്ടോ പറയുക, ഓമക്കായ എന്നാണ് പറയുക. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഞങ്ങളുടെ ഇവിടെ പപ്പായ പറഞ്ഞാൽ കൂടി അറിയണ്ടാവില്ല, ഓമക്കായ എന്നാണ് പറയുക. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ ഉപ്പും, പിന്നെ വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു കഷ്ണം കുടംപുളിയാണ് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം, അധികം വെള്ളം വേണ്ട. നമ്മൾ അധികം ചാറോട് കൂടി വയ്ക്കുന്ന ഒരു കറിയല്ല അത്. ഈ കുടംപുളി ഇപ്പോൾ എന്തിനാ ഓമക്കായ ഇട്ടതെന്ന് തോന്നും, പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് 2 വിസിലടിച്ചിട്ട് നമുക്ക് ഈ കഷ്ണങ്ങൾ വേവിച്ചെടുക്കണം. അപ്പോഴേക്കും അതിൽ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി നാളികേര അരമുറി, കുറച്ച് വെളുത്തുള്ളി, 2 പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം, അല്ലാത്തവർക്ക് ഇടാം. പപ്പായയൊക്കെ 2 വിസിലടിക്കുമ്പോഴേക്കും നന്നായി വെന്ത് കിട്ടും. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ നാളികേരം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങൾ ഇവിടെ 2 വിസിലടിച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ കഷ്ണങ്ങൾ കയ്യിൽ വെച്ച് നന്നായി ഒന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ. ഇത്ര പോലും ചാറ് വേണ്ടാന്നുണ്ടെങ്കിൽ ചാറ് വെള്ളം കുറച്ച് ഊറ്റിക്കളയാം കേട്ടോ. ഇതൊരു സൈഡ് ഡിഷ് പോലെ ഉപയോഗിക്കുന്നതാണ്. ഒരുപാട് വെള്ളത്തിൽ ഇത് വെക്കരുത്, ചാറ് കൂട്ടി വെക്കരുത്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. അത് ഉടച്ച് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. കൂടുതൽ തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊന്ന് അടുപ്പിലേക്ക് വെച്ചിട്ട് തിളപ്പിക്കാം. നല്ലോണം ഒന്ന് തിളച്ച് വന്ന പപ്പായ കറിയിലേക്ക് നമുക്ക് കടുക് താളിച്ചിട്ട് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. കടുകും കറിവേപ്പിലയും ചെറിയ ഉള്ളി ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ കൂട്ടാനിലേക്ക് ഒഴിച്ച് കൊടുത്താൽ കൂട്ടാൻ റെഡിയായി. കുറച്ച് കുടംപുളി ഇടുകൊണ്ട് പുളിപ്പും എരിവും എല്ലാം കൂടിയുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. എല്ലാവരും ഇനി പപ്പായ കിട്ടുമ്പോൾ ഇതുപോലെ വെച്ച് നോക്കുക. നല്ലൊരു കറിയായിട്ട് നാളെ വരെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.